നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി അതൃപ്തിയുണ്ട്. അതൃപ്തി പലയിടങ്ങളിൽ നിന്നും അത് ഉയരുന്നുണ്ട്. എങ്കിൽ പോലും കോടതി വിധിയാണ്, മാനിക്കണം. ആ ഒരു ബോധ്യവും കൂടി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കറിയാം, ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ബാക്കിയുള്ള പ്രതികൾക്കൊക്കെ 20 വർഷം കഠിന തടവ് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിധിയിൽ അതിജീവിതയുടെ പ്രതികരണം എന്താണ് എന്നതടക്കമുള്ളത് കേരളം ഉറ്റുനോക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അതിജീവിത തൻ്റെ അഭിപ്രായവുമായി രംഗത്ത് വന്നിരുന്നു. കോടതി വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അതിജീവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിചാരണ കോടതിയെ രൂക്ഷമായി വിമർശിച്ചാണ് അതിജീവിത രംഗത്ത് വന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ അതിജീവിത അപ്പീൽ നൽകുമെന്ന സൂചനയും പങ്കുവച്ചു. സമൂഹത്തിൽ നിന്നും നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും 9 വർഷത്തോളം നേരിട്ട അനീതിയും വിവേചനവുമാണ് പോസ്റ്റിൽ അതിജീവിത പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ അല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നുവെന്നും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പൾസർ സുനിയും അതിജീവിതയും ചേർത്തുണ്ടാക്കിയ കഥകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റിന്റെ തുടക്കം. പിന്നാലെ വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുകയാണ്. മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചു. പ്രോസിക്യൂഷനോട് ശത്രുതാപരമായ പെരുമാറ്റം. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകിയില്ല. തുറന്ന കോടതിയിൽ കേസ് നടത്തണമെന്ന ആവശ്യം നിരാകരിച്ചു എന്നിങ്ങനെയാണ് കോടതിയിൽ നിന്ന് നേരിട്ട നീതി നിഷേധത്തെക്കുറിച്ച് അതിജീവിത വിശദീകരിക്കുന്നത്. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നുവെന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2014 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷന് മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷെ നിഷേധിക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഈ ട്രയൽ കോടതിയിൽ എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് അക്കമിട്ട് നിരത്തുന്നുണ്ട് അതിജീവിത. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ കേസിൽ തൻ്റെ എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു? ഈ കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും
മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്ത് നിഷേധിക്കപ്പെടുകയായിരുന്നു. സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം. താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് എന്ന് പറഞ്ഞാണ് അതിജീവിത തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടു, താൻ ഇത് പ്രതീക്ഷിച്ചതാണ്, ഇതിലപ്പുറം ഒരു വിധി താൻ പ്രതീക്ഷിച്ചില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു പ്രതികരണം തന്നെയാണ് നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതായത് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പറക്കും തളിക എന്ന സിനിമ ഒരു KSRTC ബസ്സിൽ പ്രദർശിപ്പിച്ചു. അതിനെതിരെ ഒരു യാത്രക്കാരി പ്രതികരിച്ചു. ദിലീപിന്റെ സിനിമ ഇടേണ്ടതില്ല, അത് കാണേണ്ടതില്ല, ഇത്രയും വഷളായ ഒരു വ്യക്തിയുടെ സിനിമ കാണാൻ താല്പര്യമില്ല എന്നതടക്കമുള്ള ഒരു വലിയൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റു ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദിലീപിനെതിരെയുള്ള നീക്കങ്ങളൊക്കെ, പ്രത്യേകിച്ച് ജനങ്ങളൊക്കെ ദിലീപിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, വിധി വന്നതിന് ശേഷം അതിജീവിതയ്ക്ക് പിന്തുണ ഏറുകയാണ്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഏവരും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.